വേഗതയിൽ തിളച്ചുമറിയുന്ന ഈ നഗരത്തിലേക്ക് ക്യാമറയുമായി എത്തിയ ഞങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ ചോദ്യം മാത്രം. തിരക്കിലോടുന്ന ആളുകളെ കാണുമ്പോൾ അതിലേറെ തിരക്കിട്ടോടുന്ന നമ്മളിൽ ചിലർ പരിഹാസം കലർത്തി ചോദിക്കാറുള്ള ആ സ്ഥിരം ചോദ്യം തന്നെ: ഇവന്മാരൊക്കെ എങ്ങോട്ടായി പരക്കം പായുന്നത്? നഗരത്തിരക്കിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ട ഞങ്ങളുടെ ക്യാമറയിലേക്ക് എവിടെ വച്ചാണെന്നറിയില്ല അപ്രതീക്ഷിതമായി അയാൾ കയറി വന്നു. ജീവിതത്തിന്റെ മുള്ളുവേലിയിൽ കുടുങ്ങിയതുപോലെയായിരുന്നു അയാളുടെ മുഖം. ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ ആ യുവാവ് അയാളുടെ മനസ്സിന്റെ വാതിൽ പതുക്കെ തുറക്കാൻ തുടങ്ങി. ദാ അവിടെ. സർ, സാറേ അപേക്ഷ. സാർ ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരുമോ? ശരിയാക്കാം, 2 ദിവസം കൊണ്ട് ശരി. ഓക്കെ. സർ, ഞാനൊരൽപ്പം നേരത്തെ നമ്മളെ സമയമായില്ലല്ലോ ജെയിംസേ. നേരത്തെ പോയേ പറ്റൂ സാർ. പ്ലീസ് സാർ, അങ്ങനെ പറയില്ല സാർ. എടോ ജെയിംസേ, താൻ ആ സീറ്റ് പോയിരുന്നേ. 5 മണി കഴിഞ്ഞാൽ താൻ എവിടെ വേണേ പോയിക്കോ, ആരും ചോദിക്കില്ല. അതെനിക്കറിയാം, സാർ എന്നെ പഠിപ്പിക്കണ്ട. താനേ സൂക്ഷിച്ച് സംസാരിക്കണം. താൻ്റെ പേരിൽ ഞാൻ ആക്ഷൻ എടുക്കും. താൻ എന്ത് ആക്ഷൻ എടുക്കടോ? എന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോ പിന്നെ ഞാനല്ലാതെ താൻ പോടോ? എങ്കിൽ പോടോ. ചേട്ടാ, ഒന്ന് വണ്ടി എടുത്ത് മാറ്റുന്നേ. ദിവസം ഇത് പറയണം, അല്ലെങ്കിൽ നേരം വൈകിയ മനുഷ്യന്. ഓ, ഒന്ന് വേഗത്തിലാവട്ടെ.
എന്നെ വിളിച്ചോ? പാർവതിയുടെ ഹസ്ബൻഡിനെ ആരെങ്കിലും വിളിച്ചോ? ഇല്ല മോനെ, വിളിച്ചില്ലല്ലേ? ഇല്ല. ഓ താങ്ക് ഗോഡ്. ഓ സമാധാനായി. ഞാനല്പം വൈകി. ആദ്യത്താണല്ലേ? അതെ, ആദ്യത്തേതാ. അതായത് ടെൻഷൻ. പണ്ട് ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പ്രാർത്ഥിച്ചാൽ മതി. സിസ്റ്റർ, എൻ്റെ കാര്യം എന്തായി? എപ്പോഴേക്കും ഇവരെന്താ ഇങ്ങനെ? കൂടെ ആരുമില്ലേ? സ്ത്രീകളാരും? കൂടെ ആരുണ്ടാവാനാ? ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഡോക്ടറെ, എൻ്റെ കാര്യം എന്തായി? പാർവതി ജെയിംസ് ഇപ്പം ഉണ്ടാവോ? കുഴപ്പമൊന്നുമില്ല, അവർ വിളിച്ചോളും. ഓ കുഴപ്പമില്ല. പാർവതിയും ജെയിംസും. പാർവതി ജെയിംസ് അല്ലേ? ശരിയാ, ഞങ്ങളത് ലവ് മാരേജ് ആയിരുന്നു. ഓ, രണ്ട് വീട്ടുകാരും അങ്ങേയറ്റം എതിർത്തു. ഞാനൊന്ന് തൊട്ടോട്ടെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൂമിലേക്ക് വിളിച്ചോളാം. അപ്പൊ സിസ്റ്ററെ, എന്റെ പാർവതിയുടെ കാര്യം നിങ്ങൾ എന്താ സിസ്റ്റർ ഒന്നും പറയാത്തത്? അവൾക്ക് എന്തെങ്കിലും കൊടുത്തോ നിങ്ങള്? അതൊക്കെ ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങളൊന്ന് മാറി നിൽക്കൂ. സോറി. എന്നാ നമുക്ക് റൂം പോവല്ലേ? എന്തു പറ്റി ജെയിംസ്? എന്തെങ്കിലും കോംപ്ലിക്കേഷൻ? എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ? കോംപ്ലിക്കേഷൻ എന്താ ഇത്? ഇതൊരു ലേബർ റൂം അല്ലേ? എന്തെങ്കിലും കോംപ്ലിക്കേഷൻ സിസ്റ്റർ? ഒരു കോംപ്ലിക്കേഷനും ഇല്ല. എനിക്ക് അവളൊന്ന് കാണണല്ലോ. ഓ, ഇതൊരു ശല്യായല്ലോ. ശല്യോ? ഞാനൊരു ശല്യോ? എന്റെ ഭാര്യ ഇവിടെ പ്രസവിക്കാൻ കിടക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ശല്യമാവുന്നേ? എനിക്ക് അവളൊന്ന് കാണണം, ഞാൻ അവളൊന്ന് കാണണം. നിങ്ങൾ കാണിക്കുന്നത് എന്റെ ഭാര്യ ഇവിടെ കിടക്കുമ്പോ അയാളൊന്നും ചെയ്യല്ലേ? നിങ്ങളിത് തോന്നിസായി കാണിക്കുന്നത്. ഭാര്യ പ്രസവം കിടക്കുമ്പോൾ ഭർത്താവിന്റെ മാനസിക എന്താണെന്നറിയോ? നിങ്ങളൊരു നഴ്സാണോ? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. സാറ് വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. അയാളുടെ ഭാര്യ 2 ആഴ്ച മുമ്പ് ഇവിടെ വെച്ച് പ്രസവത്തോടെ മരിച്ചു. കുട്ടിയും കിട്ടിയില്ല. ഇപ്പൊ എന്നും ഇങ്ങനെ. എന്നെ